നിങ്ങളുടെ മെഹ്റാബിൽ ഞാൻ പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹുവേ, നിങ്ങളുടെ അമലുകൾ എനിക്ക് എളുപ്പമാക്കി തരികയും നീ സ്വീകരിക്കുകയും ചെയ്യണമേ. ലബൈക്ക് അല്ലാഹുമ്മ ലബൈക്ക് ലബൈക്ക് ലാ ശരീക ലക്. ഹാജിമാരുടെ സേവനത്തിനായി ഇതിനോടകം നിരവധി ഘടകങ്ങളാണ് ക്യാമ്പ് സൈറ്റിൽ പ്രവർത്തിച്ചത്. സൗജന്യമായി തീർത്തും കാരുണ്യവാന്റെ നന്മ ഉദ്ദേശിച്ചുമാണ് അവർ ഹാജിമാർക്ക് വേണ്ടി പ്രവർത്തിച്ചത്. അവരുടെ പ്രവർത്തനങ്ങളെപ്പറ്റി അവർ മനസ്സ് തുറക്കുന്നു. ജെ ടൈംസ് ഒരുക്കുന്ന ഹജ്ജ് സ്പെഷ്യൽ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നെടുമ്പാശ്ശേരിയിൽ നടക്കുന്ന കൊച്ചി എംബാർക്കേഷൻ പോയിന്റിൽ 200 വോളണ്ടിയേഴ്സാണ് സേവനം ചെയ്തത്. 120 പുരുഷന്മാരും 80 സ്ത്രീകളും. 12 സെക്ഷനുകളിലായിട്ടാണ് ഇത്രയും വോളണ്ടിയേഴ്സ് സേവനം ചെയ്തത്. എയർപോർട്ടിൽ ലഗേജ് സ്വീകരിക്കുന്ന സ്ഥലത്തും അതുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ, ഹാജിമാർക്ക് ഉള്ള മൂവ്മെൻറ്റ്സിന് വേണ്ടി ഒക്കെ കൂടി ഒരു 80 പേര് അവിടെ വർക്ക് ചെയ്യണം. ബാക്കി 120 പേരാണ് ക്യാമ്പിൽ വർക്ക് ചെയ്യുന്നത്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും താമസ സ്ഥലത്ത്, അതേപോലെ അവരുടെ രജിസ്ട്രേഷൻ കൗണ്ടറുകൾ, അവർക്ക് അസംബ്ലി ചെയ്യാനുള്ള ഹോള് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇത്രയും ആൾക്കാർ സേവനം ചെയ്തത്. കൂടാതെ എയർപോർട്ടിലും ക്യാമ്പിലുമായി കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി 3 പേര് രാവും പകലും വർക്ക് ചെയ്യുന്നുണ്ട്. 9 ബസ്സുകളും 5 കാറുകളുമായിട്ടാണ് ഇവിടെ നിസ്വാർത്ഥ സേവനമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ബസ്സിൽ ഹാജിമാരെ, എയർപോർട്ടിൽ വന്ന് ലഗേജ് കൊടുത്ത ഹാജിമാരെ തിരിച്ച് ക്യാമ്പിലേക്ക് എത്തിക്കുകയും ക്യാമ്പിൽ നിന്ന് അവരെ ഇഹ്റാമിലാക്കിയിട്ട് ഇഹ്റാം ബസ് തിരിപ്പിച്ച് നെയ്യത്തും വെച്ച് തിരിച്ച് എയർപോർട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ഡ്യൂട്ടിയായിരുന്നു ഇവിടെ. ഈ ഹാജിമാരുടെ ഒരു സേവനം സൗജന്യമായിട്ടാണ് ചെയ്യണത്. അപ്പോൾ എന്താണ് ഇതിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതിൽ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമാണ് നമ്മളതിൽ ഉദ്ദേശിച്ചത്. ഓരോ കൊല്ലം ചെല്ലുമ്പോഴും അടുത്ത ഹജ്ജിൻ്റെ ക്യാമ്പ് വരണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് മറ്റൊരു വർഷം കടന്നു പോകുന്നത്. അത്രയും ആഗ്രഹത്തോടുകൂടിയാണ് ഇവിടെ ഞങ്ങൾ എല്ലാവരും. ഞാനിപ്പോൾ 5 വർഷമായി ഹജ്ജ് ക്യാമ്പിൽ സ്ഥിരമായിട്ട് വരുന്നത്. US നിന്ന് വരുന്നതാണ് ഇതിനു വേണ്ടി മാത്രം. അപ്പോൾ ഇവിടുത്തെ ഓരോ വർഷവും ഓരോ അനുഭൂതിയായിട്ട് ഇങ്ങനെ പോകുന്നു. അടുത്ത വർഷവും ഇൻഷാ അല്ലാഹ് യോഗ ഉണ്ടെങ്കിൽ വരണമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങളുടെ പുരുഷ ഇതിൽ 34ഓളം വോളണ്ടിയേഴ്സാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് എല്ലാ കാര്യങ്ങളും ഭംഗിയായി, കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാ ഭംഗിയായിട്ട് കാര്യങ്ങളെല്ലാം കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അത് ഹജ്ജ് കമ്മിറ്റിയുടെ മറ്റ് എല്ലാ വിഭാഗത്തിൻ്റെയും എല്ലാ പിന്തുണയും ഉണ്ടായതിൻ്റെ പേരിൽ നമുക്ക് ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ അവരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ എല്ലാം ചെയ്തു. എല്ലാവരും ഹജ്ജുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ.